ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ബാക്കിലത്തെ ടയർ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് MRFൻ്റെ സാപ്പർ മോഡൽ ഉണ്ടോ എന്നുള്ള ദിവസം നോക്കണം. കാരണം നമുക്ക് ഈ ഡിസൈൻ തന്നെയാണ് നല്ലത്. സാപ്പർ മോഡൽ എന്ന് ഇതിന് പറയാം. അപ്പോൾ അത് ഐറ്റം അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാറ്റിയാലും മതി കേട്ടോ. കാരണം കട്ട കൂടിയ മോഡൽ നമുക്കിതിന് പറ്റില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നോക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഓട്ടോ ക്ലച്ച് മറ്റേ CVT മോഡലാണ് വരാം. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ഗ്രീസിങ്ങൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാനുണ്ട്, ഓയിൽ ലീക്കേജ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഓൾറെഡി ജനറൽ സർവീസിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽ സീലിന് വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്ത് വന്നതിനെ കാണുന്നത്. അപ്പോൾ കൈയോടെ നമുക്ക് അതിൻ്റെ ആ ഓയിൽ സീൽ നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റും ഓൾറെഡി പൊട്ടിയൊരവസ്ഥയിലിരിക്കാം. അതായത് ഇതുണ്ടോ വിണ്ട് ഇരിക്കുന്നുണ്ട്, ഓരോ ഭാഗത്തും ഓരോ കട്ടയുടെ ഉള്ളിലേയും പൊട്ട് വീണിരിക്കുകയാണ്. അത് നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണം നല്ലത്. നിസ്സാര ഓട്ടമൊക്കെ ഉള്ളൂ, ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് തൽക്കാലം വേണമെങ്കിൽ നിലനിർത്താം. പക്ഷേ എന്തായാലും റിസ്ക്കാണ്. നമുക്ക് വെച്ചിട്ട് ലോങ്ങൊക്കെ ഓടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എപ്പോഴും മാറ്റി യൂസ് ചെയ്യണം തന്നെയാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും അതിൻ്റെ കാലാവധി കഴിഞ്ഞാണ്. അപ്പോൾ കൈയോടെ നമുക്കത് കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ മാറ്റി പോവാം. ആ പാർട്സിൻ്റെ ബെൽറ്റിൻ്റെ പൈസ മാത്രമേ നമുക്കതിന് വരുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ച്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് നോക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. പീസിലൊക്കെ ആയാലും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ഇതാണ് മെയിനായിട്ട് എൻ്റെ ക്ലച്ച് ഷൂ അടങ്ങുന്ന ക്ലച്ച് യൂണിറ്റ്. അതിൻ്റെ ആയാലും വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ജർക്കിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ഓയിൽ സീലും ബെൽറ്റും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്താൽ ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വണ്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കത് യൂസ് ചെയ്യാം. പിന്നെയുള്ളത് നമുക്ക് ടാങ്കിൻ്റെ ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കേബിൾ ഉണ്ട് നമുക്കത്. പക്ഷേ അതിവിടെ കട്ട് ചെയ്തിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷനിലാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിക്കൂടെ ആ കേബിൾ ഫുൾ ലെങ്ത്ത് മാറ്റിയാൽ നമുക്കത് താക്കോലുമേക്ക് തന്നെ ആക്കാം. നമുക്കതിൻ്റെ ഓപ്പറേറ്റിങ് അതും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചോക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കത് ചെയ്യേണ്ട ഇത്. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് ചോക്ക് പറ്റി ഇപ്പോൾ നമുക്ക് വലിച്ച് ഇടയ്ക്കൊന്ന് ഓപ്പണായിട്ട് നിന്നാൽ, അതായത് ഈ ഇവിടെ ജാം ആയേക്കാണ്. പക്ഷേ ഈ കേബിളിൻ്റെ ഔട്ടർ വലിച്ചിട്ട് വന്നതിൻ്റെ അനുസരിച്ചിട്ട് ചോക്ക് ഓപ്പണായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കൈയോടെ ചോക്കിൻ്റെ കേബിൾ മാറ്റിയിടാം, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഒടിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേബിളിന് ടൈറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കേബിൾ അങ്ങനെ തന്നെ നിലനിർത്താം. ചോക്കിൻ്റെ കേബിൾ മാറ്റി ഉപയോഗിക്കാം. മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് തുരുമ്പിട്ടൊരവസ്ഥയിലേക്ക് അത് ടൈറ്റായി പോകും. അപ്പോൾ നമുക്കൊരു ഉപകാരത്തിലേക്ക് വരില്ല. അതൊന്ന് മാറ്റിയിട്ട് കൂട്ടത്തിലൂടെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കാം. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളും ഒരെണ്ണം കംപ്ലയിൻ്റ് ആണ്. ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ പറയാം, ഈ രണ്ട് കേബിളിനും ഈ സെയിം ലെങ്ത്താണ് വരാം. ഈ വന്ന ലെങ്ത്ത് സെയിം ലെങ്ത്താണ് വരാം. പക്ഷേ ഇതിൻ്റെ ഓൾറെഡി അത് വലിഞ്ഞൊരവസ്ഥയിൽ നിൽക്കുക. അത് ഔട്ടർ വലിച്ചിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കയറി നിൽക്കുക. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്ക് മൂവ് ചെയ്യണം. പക്ഷേ ഇത് ഓൾറെഡി ആ ബ്രേക്ക് പിടിച്ചൊരവസ്ഥയിലാണ് നിൽക്കുക. അതുകൊണ്ടാണ് ആ കേബിൾ മാറ്റിയിടണം എന്ന് പറഞ്ഞതിൻ്റെ കേസ്. തന്നെയല്ല ഫ്രണ്ട് ബ്രേക്കാണ്, നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതങ്ങനെ ലോഡായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കുന്ന സമയത്തേക്കും പെട്ടെന്ന് കയറി ലോക്കായി വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയും കൂടി നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും 12.5 വോൾട്ട് നല്ല വോൾട്ടാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് തൊട്ടടുത്ത് തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിച്ചേക്കണേ. ചിലപ്പോൾ അതൊരു പക്ഷേ പെട്ടെന്ന് കാണിക്കാം, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ കാണിക്കാം, ചിലപ്പോൾ കുറച്ച് ലോങ് ടൈം കിട്ടിയേക്കാം.
എന്തായാലും വലിയ താമസമില്ലാണ്ട് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് താമസിക്കാണ്ട് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. ഇപ്പോൾ തൽക്കാലം മാറ്റണമെന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ബാറ്ററിയുടെ ആണെന്നുള്ള ദിവസം മനസ്സിലാക്കുക, അതനുസരിച്ച് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു മാറ്റി വെക്കുന്ന സമയത്തൊക്കെ ആമറോണിൻ്റെ ബാറ്ററിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക്, കാരണം കംപ്ലൈൻറ്റ്സ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി അതൊക്കെ വെക്കാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീനിങ് നടത്തി റീസെറ്റ് ചെയ്യാം. വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഇപ്പം നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. അതിന് പുറമെ നമുക്ക് 2 കേബിളുകൾ, ഒന്ന് ബ്രേക്കിൻ്റെ ഒരു കേബിള്, സീറ്റിൻ്റെ അല്ല ഫ്യൂൽ ക്യാപ്പിൻ്റെ ആ ഒരു കേബിളും കംപ്ലൈൻറ്റ് ഉണ്ട്. അത് രണ്ടും മാറ്റി വിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിള്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി, അപ്പോൾ ബെൽറ്റ് അടക്കമുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ബെൽറ്റിൻ്റെ കേസൊക്കെ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തണമെന്നുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.